എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ അജയന്റെ 2ാം വർഷം എന്ന സിനിമയാണ്. ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ടോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ARM. നിലവിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 21 ദിവസങ്ങൾ പിന്നിടുന്ന ARM എന്ന സിനിമയുടെ 21 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,30,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 21 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 54 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ARM എന്ന സിനിമ 20 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 87 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 21 ദിവസമായി ഇന്നലത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 90 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കിഷ്കിന്ധാഖണ്ഡം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 21 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,20,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ചിത്രത്തിന്റെ ആകെ കേരള കളക്ഷൻ 39 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 21 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2.5 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 21 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 69 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ കിഷ്കിന്ധാഖണ്ഡം എന്ന സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ 18 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അതോടൊപ്പം ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 70 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അടുത്ത സിനിമ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ജൂനിയർ NTR നായകനായ എത്തിയ സിനിമ കൂടിയാണല്ലോ ദേവര പാർട്ട് 1. നിലവിൽ 6 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന ദേവര എന്ന സിനിമയുടെ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 256 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 6 ദിവസങ്ങൾ കൊണ്ട് 1,55,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ദേവര എന്ന സിനിമയുടെ 6 ദിവസമായി ഇന്നലത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 25 കോടി രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 6ാം ദിവസമായി ഇന്നലെ ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 310 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ വീക്കെൻഡോട് കൂടി തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ ബ്രേക്ക് വിൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമയും കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത തമിഴിലെ ഏറ്റവും പുതിയ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ മെയ്യഴകൻ. പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ കാർത്തി, അരവിന്ദ് സ്വാമി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 80 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 5 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 25 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 6ാം ദിവസമായി ഇന്നലത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടിയോളം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 30 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.